ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ വാക്ക് തെറ്റിക്കരുത്. തെറ്റിച്ചാ അമ്മയുടെ എന്റെ സ്വഭാവം മാറും. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ജഗനെയോ എന്നെയോ കാണാനായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എന്റെ മോനെയോ മരുമോളെയോ കാണാനല്ല ഞാൻ വന്നത്. ഇവിടുത്തെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാ. മുൻ MLA ആയിട്ടോ? ഈ വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഉള്ളവർക്കേ പറ്റൂ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് പരിഹരിക്കാൻ പറ്റില്ല. മിസ്സസ് വന്ദന ജഗൻ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പല വീടുകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ വീട്ടിൽ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നൊരു സ്ഥാനം വേണ്ടല്ലോ, അല്ലേ? ഇപ്പോ എന്റെ മോനെയും പണ്ട് എന്റെ മോളെയും കെട്ടിച്ചേച്ച വീടല്ലേ ഇത്? അതെ, ഞാൻ വന്നത് എന്റെ മകളുടെ ഒരു പരാതി പരിഹരിക്കാനാ. അതായത് അവളുടെ ഭർത്താവിന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൊടുക്കാൻ. അതിന്മേൽ ഒരു ധാരണയായിട്ടുണ്ട്. എന്ത് ധാരണ? എന്റെ അച്ഛൻ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയത് മക്കള് തട്ടിയെടുത്തു. അതെ, എല്ലാ മക്കളെയും കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നില്ലല്ലോ. അവരും അച്ഛന്റെ അമ്മയുടെ പാരമ്പര്യം നിലനിർത്തുകയല്ലേ ചെയ്തത്. ഒളിച്ചോട്ടം. മാധവൻ ചന്ദ്രിക, വന്ദന ജഗൻ, മനോജ് ഹരിത. കഷ്ടം. എന്റെ കൊച്ച എനിക്കാ നഷ്ടം. മക്കളെ ആഡംബരപൂർവ്വം കെട്ടിച്ചുവിടാൻ പാങ്ങില്ലാത്ത മാധവൻ നായർക്ക് ഒടുക്കത്തെ ലാഭവും. എന്റെ ഒരു ഗതികേടേ. എന്റെ ഭർത്താവിന്റെ അച്ഛനോടുള്ള എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് പറയാം. എന്റെ അച്ഛൻ അങ്ങനെ മക്കളെ കൊണ്ടുള്ള ലാഭവും നഷ്ടവും നോക്കി നടക്കുന്ന ആളൊന്നുമല്ല. സ്നേഹിക്ക് മാത്രമേ പാവത്തിന് അറിയൂ. എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തിയ അത് ആരായാലും ഞാൻ സഹിക്കില്ല. അതെ, കുറുപ്പെല്ലാം മറക്കാൻ ശ്രമിക്കുക. എന്നതൊന്നും ഓർമ്മിപ്പിക്കരുത്. വന്ദനേ, നീ ആവശ്യമില്ലാതെ കുറുപ്പ് സാറിന്റെ അടുത്ത് വഴക്കിടാൻ നിൽക്കണ്ട. ചില അത്യാവശ്യ കാര്യങ്ങൾ തീരുമാനിക്കാനാ ഇദ്ദേഹം വന്നത്. എന്നിട്ട് തീരുമാനം എടുത്തോ? ആ, എടുത്തു. എന്ത് തീരുമാനം? ഉത്തരവാദിത്വമുള്ള എന്റെ ഏട്ടൻ എന്റെ അമ്മായിയച്ഛന്റെ സാന്നിധ്യത്തിൽ എന്ത് തീരുമാനം എടുത്തത്? ഞങ്ങൾക്കൊന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു. മുതിർന്നവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു. അത് സമയമാകുമ്പോ ഭവതിയെ അറിയിക്കാം. അപ്പൊ അറിഞ്ഞാ മതി അവിടുന്ന്. തൽക്കാലം കെട്ടിയവന്റെ തട്ടയുടെ കാര്യങ്ങൾ നോക്കടി. മനസ്സിലായോ? മാറങ്ങോട്ട്. മാനത്തെ കൊട്ടാരം